പക്ഷേ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ഉപജീവന മാർഗമാവണമെങ്കിൽ, നമ്മുടെ പാഷൻ ആവണമെങ്കിൽ, നമ്മുടെ പ്രൊഫഷൻ ആവണമെങ്കിൽ നമ്മളെ തന്നെ കുറെ അനലൈസ് ചെയ്യണം. നമ്മളെ തന്നെ നമ്മൾ എല്ലാ ദിവസവും നമ്മളോട് ചോദിക്കണം, ഞാനൊരു ഫിലിം മേക്കർ ആവോ, ഞാനൊരു ആക്ടർ ആവോ? അപ്പം ഇതിന് നിങ്ങൾ തന്നെയാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് മാർക്കിടേണ്ട വരും. അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും അടുത്ത് അറിയാവുന്ന, നിങ്ങളുടെ നല്ലതും ചീത്തയും ഒക്കെ അറിയാവുന്ന, നിങ്ങളെ നന്നായി വിലയിരുത്തുന്ന, ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഏതെങ്കിലും മനുഷ്യർക്കും നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കറന്റ് സിറ്റുവേഷനിൽ ആലോചിച്ചാൽ നമുക്കിത് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? ഇപ്പോൾ പലരോടും നമ്മൾ അഭിനയിക്കാൻ നമ്മുടെ അടുത്ത ചാൻസ് ഒക്കെ ചോദിക്കുമ്പോൾ ആക്ടിങ് വീഡിയോസ് അയക്കാൻ പറയുമ്പോൾ അവർ വളരെ വിഷമത്തോടെ പറയും, സാർ ഞങ്ങൾ ഒരു സിനിമയിലും അഭിനയിക്കാൻ അവസരം കിട്ടിയിട്ടില്ല, ഒരു ഷോർട്ട് ഫിലിമിൽ പോലും അഭിനയിക്കാൻ അവസരം കിട്ടിയിട്ടില്ല, ഞങ്ങൾ എന്ത് വീഡിയോ അയക്കും? അപ്പം ഇത്തരം ചോദ്യങ്ങൾക്ക് പണ്ടാണെങ്കിൽ ഒരു 10-15 വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ ഒരു ആക്ടിങ് വീഡിയോ. ഇന്നത്തെ കാലഘട്ടം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു സാധ്യതയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാം, അല്ലേ? നിങ്ങൾക്ക് ഒരാളുടെ സൗകര്യം നിങ്ങൾക്ക് തന്നെ ഷൂട്ട് ചെയ്യാം. നമ്മുടെ മൊബൈലിൻ്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാം, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം, നിങ്ങൾക്ക് സൗണ്ട് ചെയ്യാം, നിങ്ങൾക്ക് മ്യൂസിക് ചെയ്യാം, എല്ലാം ചെയ്യാവുന്ന എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സത്യം പറഞ്ഞാൽ ഫിലിം മേക്കേഴ്സാണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെല്ലാം സിനിമ എടുക്കുന്ന മനുഷ്യരാണ്. നമ്മൾ ഈ ക്യാമറ ഓണാക്കുകയും വീഡിയോ ക്യാമറ ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്യാറില്ല. മിക്ക ദിവസങ്ങളിൽ എന്തെങ്കിലും ഷൂട്ട് ചെയ്യാറില്ല. ചെയ്യാത്ത മനുഷ്യർ വളരെ കുറവ്. റീല് ഷൂട്ട് ചെയ്യുകയും ഇടുകയും ചെയ്യുന്നവരൊക്കെ ഇല്ലേ? അവരെല്ലാം സിനിമക്കാർ തന്നെയാണ്. 1 മിനിറ്റുള്ള സിനിമയോ വളരെ ചെറിയ സിനിമയോ നമ്മൾ ചെയ്യുന്നതെന്നുള്ളൂ. ഈ റീലുകൾ തന്നെ